നടന്മാർ ഉൾപ്പെടെ മലയാള സിനിമ മേഖലയിലുള്ളവർക്കെതിരായ പരാതികളിൽ അന്വേഷണം ആരംഭിക്കുന്നു പ്രത്യേക സംഘം. 7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ DIG അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുക്കുകയാണ്. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റത്തിനും കേസെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ 18 പരാതികളിൽ 7 നൽകിയത് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, സാങ്കേതിക പ്രവർത്തകരായ നോബിൾ, ബിച്ചു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് പരാതി. രാവിലെ 10:30 ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുകയാണ്. DIG അജിതാ ബീഗം, AIG ജി പൂങ്കുഴലി എന്നിവരാണ് മൊഴി രേഖപ്പെടുത്താനെത്തിയത്. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. പരാതി നൽകിയതിന് പിന്നാലെ ഭീഷണിക്കോളുകൾ വരുന്നതായി പരാതിക്കാരി. DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30-ക്ക് ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കൽ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റത്തവണ മരിക്കാൻ പറ്റുള്ളൂ. ലൈംഗികാരോപണങ്ങളിൽ പ്രതിസന്ധിയിലായ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നതിനിടെയാണ് മുകേഷും ഉൾപ്പെട്ട പരാതിയിൽ മൊഴിയെടുപ്പ്. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. ഇതിനിടെ നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസ് എടുത്ത കേസ് പ്രത്യേക സംഘത്തിന് കൈമാറി. 2016-ൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. നടനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിനായി നടൻ സിദ്ദിഖ് നീക്കം തുടങ്ങി. ഇതുവരെ ലഭിച്ച പരാതികളിൽ വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളും ഉൾപ്പെടും. തൽക്കാലം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. ഹൈക്കോടതിയുടെ തീരുമാനം വന്ന ശേഷം തുടർ നടപടിയെടുത്താൽ മതിയെന്ന നിർദ്ദേശമാണ് DGP നൽകിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കേണ്ടെന്നാണ് നിർദ്ദേശമെങ്കിലും പരാതി ലഭിച്ചാൽ ഉടനടി ആക്ഷൻ എടുക്കാനാണ് തീരുമാനം. പരാതിക്കാരുടെ മൊഴി വേഗത്തിൽ രേഖപ്പെടുത്തി പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. CPM നേതൃത്വത്തെ പ്രതിപക്ഷ ആരോപണങ്ങളിൽ രാഷ്ട്രീയ പിന്തുണ കിട്ടിയില്ലെന്നാണ് മുകേഷിന്റെ പരാതി. CPM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതെന്ന് മുകേഷ് പറയുന്നു. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ പരാതി അറിയിച്ചത്. ആ പരാതി CPM നേതൃത്വം നമുക്ക് മുഖവിലേക്ക് എടുക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.